ഇന്നലെ രാവിലെ 9:30 ഷോയ്ക്ക് ഞാൻ പടം ബുക്ക് ചെയ്തായിരുന്നു. പക്ഷെ ഇന്നലെ എന്താണ് സംഭവിച്ചതെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. സോ ഞാൻ വിചാരിച്ചു ഇന്നും ഷോ നടക്കുകയല്ലെന്ന്. അതുകൊണ്ട് ഞാൻ ഇന്ന് കിടന്നങ്ങ് ഉറങ്ങി. സോ ഞാൻ ഇച്ചിരി താമസിച്ച് എണീറ്റ്. അപ്പൊ രാവിലെ നോക്കുമ്പോൾ പടത്തിന് ബുക്കിംഗ് ഉണ്ട്. അങ്ങനെ ഓടിപ്പിടിച്ച് റെഡിയായിട്ട് പോയി പടം കണ്ടു. കറുപ്പ് RJ ബാലാജി സംവിധാനം ചെയ്ത പടമാണ്. രചയിതാക്കളിൽ ഒരാളും പുള്ളി തന്നെയാണ്. സൂര്യയാണ് ഈ പടത്തിലെ നായകൻ. തൃഷ, RJ ബാലാജി, ഇന്ദ്രൻസ് തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിൽ. അപ്പോൾ ഇന്ന് ഈ തമിഴ് ആക്ഷൻ ഫാന്റസി ഡ്രാമ സിനിമയെ കുറിച്ച്. നിറയെ അഴിമതി മാത്രം നടക്കുന്ന ഒരു കോടതി, ആ കോടതിക്കടുത്ത് ഒരു കോവില്. ഈ അഴിമതി കൊണ്ട് ജനം വലഞ്ഞപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി അവതാരപ്പിറവിയുടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച് ഒരു മൂർത്തി എത്തുന്നു. ആ മൂർത്തിയുടെ ആ പുള്ളിക്കാരന്റെ പേരാണ് കറുപ്പ്. ഈ കഥയാണ് ഈ സിനിമ പറയുന്നത്. ഇപ്പൊ തന്നെ ഈ പടം എങ്ങനെയുണ്ടെന്ന് ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു ഭക്തിപടമാണോ അതോ മാസ് പടമാണോ, അതുമല്ല ഭക്തിപടങ്ങളുടെയും മാസ് പടങ്ങളുടെയും സ്പൂഫ് ആണോ, എന്താണ് ഉദ്ദേശിച്ചതെന്ന് സംവിധായകനോട് തന്നെ ചോദിക്കേണ്ടി വരും. പോസിറ്റീവ്സ് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇന്ദ്രൻസിന്റെയും അനഘയുടെയും ക്യാരക്ടർ വരുന്നു. അതിനൊരു ഇമോഷണൽ ആർക്കൊക്കെ കൊണ്ടുവന്നിട്ട് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു രക്ഷകൻ പടം എന്ന രീതിയിലാണ് പടം ആരംഭിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ച പോട്ട് രക്ഷകനെങ്കിൽ രക്ഷകൻ, ഇനിയിപ്പോ തമിഴ്നാട്ടിൽ സ്ക്രീനിൽ വന്ന് രക്ഷിക്കാൻ സൂര്യയൊക്കെ മാത്രമല്ലേ ബാക്കിയുള്ളൂ. സത്യം പറഞ്ഞാൽ സൂര്യയുടെ ക്യാരക്ടർ ഇങ്ങനെ ഒരു കഥാപാത്രമാണെന്ന് അറിയാതെയാണ് ഞാൻ ഈ പടം കാണാൻ പോയത്. പോസ്റ്റർ മാത്രമേ കണ്ടിട്ടുള്ളൂ, ട്രെയിലർ പോലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോ ഒരു മാസ് ആക്ഷൻ മസാല പടമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എവിടെയൊക്കെ ഇതൊരു ഫാന്റസി പടമാണെന്ന് കേട്ടിരുന്നു. പക്ഷേ ഫാന്റസി ആണെങ്കിലും ചിലത് രസം ഉണ്ടായിരിക്കുമല്ലോ. ഏത് ടൈപ്പ് ഫാന്റസി ആണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ഫാന്റസി ആണെങ്കിൽ അത് പ്രോപ്പറായിട്ട് അവതരിപ്പിക്കാൻ പറ്റണം. ഇതൊരു വല്ലാത്ത ഫാന്റസി ആയിപ്പോയി. പെർഫോമൻസിൽ ഇന്ദ്രൻസും അനഘയും കൊള്ളാമായിരുന്നു. അവരുടെ ക്യാരക്ടർ നീറ്റ് ആയിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. വലിയൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ മലയാളം നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ വൃത്തിയുള്ള മലയാളം ഒരു തമിഴ് പടത്തിൽ കേൾക്കാൻ പറ്റി എന്നുള്ളതാണ്. അവർ തമിഴാളം ആക്കി കൊളവാക്കിയില്ല. അതിന് താങ്ക്സ് ഉണ്ട് കേട്ടോ. സൂര്യയുടെ ക്യാരക്ടർ ഇനി പറയുകയാണെങ്കിൽ ഒരു പതിറ്റാണ്ടായിട്ട് കംബാക്ക് നടത്താൻ ശ്രമിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറിന് കംബാക്ക് ചെയ്യാൻ പറ്റിയ ഒരു റോളാണ് കൊടുത്തേക്കുന്നത്. സിംഗം പ്ലസ് ജയ് ഭീമിന്റെ ഫാന്റസി വേർഷൻ പ്ലസ് കാന്താരയുടെ സ്പൂഫ്, ഇതെല്ലാം കൂടെ മിക്സഡ് ആക്കിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടർ നിങ്ങളുടെ കണ്ണിൽ കുത്തുകയാണെങ്കിൽ നമ്മുടെ കണ്ണിങ്ങനെ തുറിക്കും. സോ അപ്പൊ നിങ്ങൾക്ക് സൂര്യയുടെ പഴയ പല ക്യാരക്ടേഴ്സും ബ്രെയിനിലൂടെ ഇങ്ങനെ മിന്നി മറിഞ്ഞു പോകും. അജ്ജാതി ഫാന്റസിയാണ് പടം ഉദ്ദേശിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു RJ ബാലാജി പറഞ്ഞു, അണ്ണാ ലാസ്റ്റ് അണ്ണന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഋഷഭ് ഷെട്ടിയുടെ വരെ കണ്ണു തള്ളും. ഇത്തവണത്തെ നാഷണൽ അവാർഡിന് പുള്ളിക്ക് ഒരു വൻ വെല്ലുവിളി തന്നെയായിരിക്കും അണ്ണന്റെ ഈ ക്യാരക്ടർ. അങ്ങനെയൊക്കെ പറഞ്ഞാവും കൺവിൻസ് ചെയ്യിപ്പിച്ചത്. സംവിധായകൻ RJ ബാലാജിയാണ് സൂര്യക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ബേബി കണ്ണൻ എന്ന വക്കീൽ കഥാപാത്രമായിട്ട് വരുന്നത്. വില്ലനാണോ കോമഡിയൻ ആണോ എന്ന് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഇടയ്ക്ക് തോന്നുന്ന ഒരു കഥാപാത്രമാണ്. ഒട്ടും സ്ട്രോങ് അല്ലാത്ത വില്ലൻ ക്യാരക്ടറാണ്. ഒട്ടും കൺവിൻസിങ് അല്ലാത്ത രീതിയിൽ തന്നെ ബാലാജി അത് അവതരിപ്പിച്ച് വെച്ചിട്ടുമുണ്ട്. കോർട്ടിൽ വന്നിട്ട് നടുവിൽ നിന്ന് മൂത്രമൊഴിക്കുന്ന ഒരു വില്ലൻ. എന്തൊക്കെ സീനാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആഹാ, നല്ല റൈറ്റിംഗ്. പടത്തിന്റെ പ്രമോഷന് തൃഷയെ വിളിച്ചിട്ടില്ല. ഈ പടം ചെയ്തത് മറന്നുപോയി എന്ന് തൃഷ തന്നെ ഇടയ്ക്ക് പറഞ്ഞപ്പോൾ സാധാരണ ഇത്തരം പടങ്ങളിൽ ഒരു 4 മിനിറ്റിൽ വന്നു പോകുന്ന ഒരു ടിപ്പിക്കൽ നായികയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ സർപ്രൈസിംഗ്ലി തൃഷയുടെ ക്യാരക്ടർ പടത്തിൽ ഉടനീളം ഉണ്ട് കേട്ടോ. അത്യാവശ്യം പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. പടത്തിൽ തമ്മിൽ ഭേദം ക്യാരക്ടറുകളിൽ ഒന്നുമായിരുന്നു. ചിന്മയിയാണ് ഡബ് ചെയ്തേക്കെന്ന് തോന്നുന്നു. ചില സമയത്ത് തൃഷയ്ക്ക് കൃത്യമായിട്ടുള്ള ഡയലോഗ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തില്ല എന്ന് തോന്നുന്നു. 1 2 3 1 2 3 അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ചിന്മയി പിന്നെ ഒറിജിനൽ ഡയലോഗ് ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ തൃഷയുടെ ക്യാരക്ടർ സ്ട്രേഞ്ചർ തിങ്സിന്റെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ആരാധികയാണെന്ന് തോന്നുന്നു. സ്ട്രേഞ്ചർ തിങ്സിലെ വെഗ്നയുടെ സീനൊക്കെ അതേപടി പടത്തിൽ ഒരു സ്വപ്നമായിട്ട് കാണിച്ച് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇന്ദ്രൻസ്, അനഘ കൂടാതെ സ്വാസിക, ശിവദ എന്നീ മലയാളികളെയും പടത്തിൽ പ്രജകളാക്കി വെച്ചിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. മൻസൂർ അലിഖാൻ, ദീപ ശങ്കർ, ജോർജ് മരിയൻ, അങ്ങനെ കുറെ പേര് പടത്തിലുണ്ട്. മിന്നായം പോലെ അജു വർഗീസിനെ എവിടെയോ കണ്ടായിരുന്നു. GK വിഷ്ണുവാണ് ഇതിന്റെ ഛായാഗ്രഹണം. R കലൈവാനനാണ് എഡിറ്റിംഗ്. സായി അഭിങ്കർ ആണ് മ്യൂസിക്. എങ്ക കറുപ്പ് സാമി എന്ന പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മാസ് ആക്ഷൻ. അതിന് ഫാന്റസി എന്നൊരു ലൈസൻസ് കൂടി ഉള്ളതുകൊണ്ട് കത്തിയൊക്കെ ഇഷ്ടം പോലെ കാണിക്കാമല്ലോ. സോ പടത്തിൽ ഇഷ്ടം പോലെ ആവശ്യത്തിന് കത്തി ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, ഈ ലിയോയിലെ സീനൊക്കെ ഈ പടത്തിനകത്ത് എന്തിനാടേ എടുത്തു വെച്ചേക്കുന്നത്. ഫസ്റ്റ് ഹാഫ് പിന്നെയും അത്യാവശ്യം എന്റർടൈനിങ് എന്ന രീതിയിൽ ഓക്കേഷ് ആയിരുന്നു എന്ന് പറയാം. പക്ഷെ സെക്കൻഡ് ഹാഫിൽ പടം വൻ അപരാധമായിട്ടാണ് തോന്നിയത്. ഫാന്റസി പടമാണെന്നും പറഞ്ഞ് ഒരു അവതാരം വന്നിട്ട് എന്തൊക്കെയോ അപരാധങ്ങൾ കാട്ടിക്കൂട്ടുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കഷ്ടവും സഹതാപവുമാണ് തോന്നിയത്. കാക്ക കാക്ക, അയൻ, ഏഴാം അറിവ്, ഇതൊക്കെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പടങ്ങളാണ്. എത്ര തവണ അതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തന്നെ അറിയത്തില്ല. അതൊക്കെ ചെയ്ത സൂര്യക്ക് ഇതുപോലെ ഒരു തല്ലിപ്പൊളി സ്ക്രിപ്റ്റ് വേണ്ടി വന്നല്ലോ കംബാക്ക് ആയിട്ട് എന്ന് തോന്നിപ്പോയി. മോശം സ്ക്രിപ്റ്റ്, മോശം കോൺഫ്ലിക്ട്, സ്ട്രോങ് അല്ലാത്ത വില്ലൻ, കാലാഹരണപ്പെട്ട കഥ. ഇനി ഫാന്റസി ആണ്, പിള്ളേർക്കുള്ള പടമാണെന്ന രീതി കാണാമെന്ന് വെച്ചാൽ വയലൻസും ബ്രൂട്ടാലിറ്റിയും ഉണ്ട്. സോ അതുമല്ല. ഫാന്റസി ജോണർ ആണെങ്കിലും അതിനോടും നീതി പുലർത്താൻ പറ്റിയിട്ടില്ല. ഇമോഷൻസ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ആയിട്ടുമില്ല. അങ്ങനെ നെഗറ്റീവ്സ് പറഞ്ഞാൽ തീരില്ല. ഫാന്റസി പടം കാണാനാണെങ്കിൽ പഴയ വല്ല സാക്ഷാൽ ശ്രീമാൻ ചാത്തുണിയോ അല്ലെങ്കിൽ മൈഡിയർ കുട്ടിച്ചാത്തനോ മിസ്റ്റർ ഇന്ത്യയോ പപ്പൻ പ്രിയപ്പെട്ട പപ്പനോ ഒക്കെ കാണുക. ഒന്നുമില്ലേലും പൊട്ടിപ്പോയ ജൈത്രയാത്ര വരെ ഇതിനേക്കാൾ ഭേദമാണ്. സോ മൊത്തത്തിൽ ഒരു ബിലോ ആവറേജ്
അങ്ങനെ പോലും പറയാൻ പറ്റില്ല. വമ്പൻ നിരാശ സമ്മാനിച്ച ഒരു സിനിമയാണ്. അറ്റ്ലീസ്റ്റ് മൂക്കുത്തിയമ്മന്റെ ഒരു മെയിൽ വേർഷൻ ആയിരുന്നെങ്കിൽ, മൂക്കുത്തിയപ്പൻ അങ്ങനെയായിരുന്നെങ്കിലും എത്ര ഭേദമായനെ. സോ പടം എനിക്ക് തീരെ വർക്കായില്ല. പക്ഷെ എന്റെ അഭിപ്രായം കേട്ടിട്ട് നിങ്ങൾ ഒരു തീരുമാനം ഒന്നും എടുക്കണ്ട. ഓരോരുത്തർക്കും പടം ഓരോ രീതിയിലായിരിക്കുമല്ലോ വർക്കാവുക. നിങ്ങൾക്ക് ഇതൊരു ഗംഭീര സിനിമയായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടാവാം. എനിക്ക് ഫീൽ ചെയ്തുള്ളത് പറഞ്ഞു എന്ന് മാത്രം. പടം എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററുകളിൽ കാണാം. 2 മണിക്കൂർ 30 മിനിറ്റ് എങ്ങാണ്ടാണ് റൺ ടൈം. 18+ അല്ല. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാണ്.